ഇറാനെ തീർക്കാനുള്ള ആദ്യത്തെ ബോംബുകളുടെ ശേഖരം ഇസ്രായേലിലേക്ക് എത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ആയിരക്കണക്കിന് പൗണ്ട് ഭാരമുള്ള അതിഭീകര സ്ഫോടക ശേഷിയുള്ള ബോംബുകളുടെ ശേഖരമാണ് അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. ജോ ബൈഡൻ ഭരണകൂടം തടഞ്ഞുവെച്ച ആയുധ വിതരണം ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം വീണ്ടും പുനരാരംഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരു കപ്പൽ നിറയെ മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ ഇപ്പോൾ ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ, ഇസ്രായേലിൻ്റെ പോർട്ടിൽ ഈ ബോംബുകൾ എത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അധികം വൈകാതെ ഇസ്രായേലിൻ്റെ തീരപ്രദേശത്ത് നിന്ന് ഈ ബോംബുകൾ സൈനിക ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. പിന്നാലെ പ്രത്യേകം ഫ്ലൈറ്റുകളിൽ ഈ ആയുധങ്ങൾ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നിരവധി മാസങ്ങളായുള്ള തയ്യാറെടുപ്പുകൾക്കൊടുവിലാണ് വൻതോതിലുള്ള ആയുധ ശേഖരം ഇപ്പോൾ ഇസ്രായേലിൻ്റെ പക്കലേക്ക് എത്തുന്നത്. ജോ ബൈഡൻ ഭരണകൂടം 2022-ലും 2023-ലും തടഞ്ഞുവച്ച മാരക പ്രഹരശേഷിയുള്ള ടൺ കണക്കിന് ഭാരമുള്ള ബ്ലസ്റ്റർ ബോംബുകളടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നത്. രണ്ടാം തവണ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ആദ്യമെടുത്ത തീരുമാനങ്ങളിലൊന്ന് ഇസ്രായേലിന് തടഞ്ഞുവച്ച ആയുധങ്ങൾ നൽകുക എന്നുള്ളതായിരുന്നു. നേരത്തെ ജോ ബൈഡൻ ഭരണകൂടം ഈ ആയുധങ്ങൾ തടഞ്ഞു വയ്ക്കുന്നതിന് കാരണമായി പറഞ്ഞത് ഈ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രായേൽ റഫയിലും ഗാസയുടെ മറ്റ് പ്രദേശങ്ങളിലേക്കും വിനിയോഗിക്കുമെന്നായിരുന്നു. അവിടെ ഇവർ ഇത് ഉപയോഗിക്കുമെന്നായിരുന്നു. അത്തരത്തിൽ ഗാസയിലോ അല്ലെങ്കിൽ റഫയിലെ മറ്റു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലോ ഈ ആയുധങ്ങൾ, ഈ ബോംബുകൾ ഉപയോഗിച്ചാൽ അത് സാധാരണക്കാരായ സിവിലിയൻസിൻ്റെ കൂട്ടമരണത്തിന് ഇടയാക്കുമെന്ന കാരണം പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ആയുധങ്ങൾ ഇസ്രായേലിന് നൽകുന്നതിൽ നിന്നും പ്രധാനമായും അമേരിക്ക തടഞ്ഞു വെച്ചത്. എന്നാൽ ജോ ബൈഡൻ ഭരണകൂടം മാറി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ എത്ര മാരക പ്രഹരശേഷിയുള്ള ആയുധമാണോ അതൊന്നും ഒരു പ്രശ്നമല്ല, അതെല്ലാം ഇസ്രായേലിന് യഥേഷ്ടം ആവശ്യത്തിലധികം നൽകണമെന്നൊരു തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനം വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു കണ്ടെയ്നറല്ല, നൂറുകണക്കിന് കണ്ടെയ്നർ, കപ്പൽ നിറയെയുള്ള ആയുധങ്ങൾ ഇസ്രായേലിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇസ്രായേലി ഭരണകൂടം ആ ആയുധങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു, ബോംബുകൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ആയിരക്കണക്കിന് ഹെവി ബോംബുകളാണിപ്പോൾ ഇസ്രായേൽ ലഭിച്ചിരിക്കുന്നത്. 76,000 ടണ്ണിലധികമുള്ള ഭാരമുള്ള ആയുധങ്ങൾ ഇസ്രായേലിന് അമേരിക്ക നൽകിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വമ്പൻ നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. 76,000-ത്തിലധികം ടൺ ഭാരമുള്ള ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് എത്തുകയാണ്. അമേരിക്ക തങ്ങളുടെ ആയുധപ്പുര ഇസ്രായേലിന് മുന്നിൽ തുറന്ന് നൽകിയിരിക്കുന്നു. ആവശ്യത്തിലധികമുള്ള ആയുധങ്ങൾ ഇസ്രായേലിനോട് എടുത്തുകൊള്ളാനുള്ള നിർദ്ദേശമാണിപ്പോൾ അമേരിക്ക നൽകിയിരിക്കുന്നത്. ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അത് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തുന്ന ലക്ഷ്യമാണ്. അത് ഇറാൻ്റെ പതനം എന്നുള്ളതാണ്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക്, ഇറാൻ്റെ എണ്ണപ്പാടങ്ങളിലേക്ക്, ഇറാൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക്, ഇറാൻ്റെ ആണവായുധ കേന്ദ്രങ്ങളിലേക്ക്, ഇറാൻ്റെ ഡ്രോൺ ഫാക്ടറികളിലേക്ക്, ഇറാൻ്റെ മിസൈൽ ഫാക്ടറികളിലേക്കൊക്കെ എത്രയും വേഗം ആക്രമണം നടത്തുക, ഇറാൻ എന്ന രാജ്യത്തിനെ സമ്പൂർണ്ണമായി നശിപ്പിക്കുക. ഇതാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുള്ള ഏക ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ അമേരിക്ക ഇസ്രായേലിന് നൽകുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇസ്രായേലിന് ആയുധങ്ങളുടെ, ബോംബുകളുടെ വൻ ശേഖരം അമേരിക്ക നൽകിയിരിക്കുന്നു. ആയിരക്കണക്കിന് ടൺ ഭാരമുള്ള നൂറുകണക്കിന് ബോംബുകളുടെ വൻ ശേഖരം തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. ജോ ബൈഡൻ ഭരണകൂടം തടഞ്ഞുവെച്ച വൻ ആയുധങ്ങളുടെ ശേഖരം ഇപ്പോൾ യഥേഷ്ടം ഇസ്രായേലിന് കൈമാറി കഴിഞ്ഞിരിക്കുന്നു അമേരിക്ക. ആയുധങ്ങൾ ഇതാ ഇസ്രായേലിൻ്റെ ശേഖരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് പോർട്ടിൽ നിന്നും ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അധികം വൈകാതെ എത്തും. അതിനു പിന്നാലെ ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ചില രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് അധികം വൈകാതെ തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക്
ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിച്ച റിപ്പോർട്ടുകളാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അധികം വൈകാതെ തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലി എയർഫോഴ്സിൻ്റെ ആക്രമണം ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇസ്രായേൽ എയർഫോഴ്സ് പൂർത്തിയാക്കിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് കൃത്യമായ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ള വിവരങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ നൽകിയതാണ്. ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഇറാനെതിരെയുള്ള നീക്കം കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ഇസ്രായേലി സേന. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരവും പ്ലാനിങ്ങും അതുപോലെ തന്നെ ബ്ലൂ പ്രിൻറ്റും എല്ലാം ഇസ്രായേലി സേന തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ഉത്തരവ് മാത്രം മതി ഇസ്രായേലി വ്യോമസേനയ്ക്ക് ഇറാൻ്റെ ന്യൂക്ലിയർ പ്ലാന്റുകളിലേക്ക് ബോംബിടാൻ വേണ്ടി. അതിനുള്ള എല്ലാ പരീക്ഷണങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ വ്യോമസേന. നേരത്തെ ആയിരക്കണക്കിന് ആയുധങ്ങൾ ഇസ്രായേലിന് നൽകുന്നതിൽ നിന്നും അമേരിക്കയുടെ ഭരണകൂടം വിസമ്മതിച്ചിരുന്നു. പ്രത്യേകിച്ച് ജോ ബൈഡൻ്റെ അവസാന കാലത്തായിരുന്നു ഇത്തരത്തിലുള്ള ഇരട്ടാത്താപ്പ നയം ഇസ്രായേലുമായി അമേരിക്ക നടത്തിയത്. അതിന് ജോ ബൈഡൻ ഭരണകൂടം പറഞ്ഞ ന്യായീകരണം, 100 കണക്കിന് ടൺ ഭാരമുള്ള ബോംബുകൾ ഇസ്രായേലിന് നൽകിയാൽ അത് റഫയിലെയും ഗാസയിലെയും അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ആയുധങ്ങൾ പ്രയോഗിച്ചാൽ 100 കണക്കിന് 1000 കണക്കിന് സാധാരണക്കാർ മരിച്ചു വീഴും. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ മാത്രമേ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു അന്ന് അമേരിക്ക എടുത്ത നിലപാട്. ഇതിൻ്റെ ഫലമായിട്ടാണ് അമേരിക്കൻ സ്റ്റേറ്റ് കോൺഗ്രസിനെ പോലും അല്ലെങ്കിൽ അമേരിക്കയുടെ ഭരണകൂടത്തെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ജോ ബൈഡൻ്റെ നിലപാട് വന്നത്. ജോ ബൈഡൻ ഇസ്രായേലിനുള്ള ആയുധ വിതരണത്തിന് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇസ്രായേലിന് മാരക പ്രഹരശേഷിയുള്ള വമ്പൻ സ്ഫോടക ശേഷിയുള്ള ആയുധങ്ങൾ നൽകരുതെന്ന് നിർദ്ദേശിച്ചു. ഇസ്രായേലിന് ആയുധം നൽകുന്നതിൽ നിന്നും തൻ്റെ പാർട്ടിക്കാരെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെ പോലും ജോ ബൈഡൻ പിന്തിരിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയത്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ സമ്പൂർണമായ പിന്തുണയാണ് ഇറാനെതിരെയും പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെയും അതുപോലെ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെയുമുള്ള യുദ്ധത്തിന് ഇസ്രായേലിന് നൽകുന്ന പിന്തുണ. ആ പിന്തുണയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വൻതോതിലുള്ള ആയുധങ്ങൾ, ബോംബുകൾ ഇസ്രായേലിന് അമേരിക്ക നൽകുന്നത്. അമേരിക്കയുടെ ആയുധപ്പുര ഒന്നാകെ തന്നെ ഇസ്രായേലിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ചെയ്തിരിക്കുന്നത്.